നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റഷ്യൻ പ്ലേയേഴ്സായ വിക്ടർ നോറയും മിഖായിൽ ചെഗോറിനും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ നോറ വൈറ്റ് സൈഡും ചിഗോറിൻ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഇറ്റാലിയൻ ഗെയിമിന്റെ ഗ്യൂക്കോപ്പിയന്റെ വേരിയേഷൻ ആണ്. ഇവിടെ വൈറ്റ് കിങ്സിലേക്ക് കാസൻ ചെയ്യുന്നു, ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇപ്പോൾ E4 പോകുന്നതിന് അറ്റാക്കുമാണ്. വൈറ്റ് D3 മുതലുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് D6 മുതലുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വേഗം തന്നെ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഈ പിൻ അത്ര ഡേഞ്ചർ അല്ല, അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ കാസൻ ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ കാസനിങ്ങിന് ശ്രമിക്കുന്നില്ല. ആദ്യം H6 മുതലുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ആ പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഈ പിൻ ഒഴിവാക്കുന്നതോടൊപ്പം വൈറ്റിന്റെ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. G5 മുതലുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പിന് സേഫ് ആയിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. വൈറ്റ് ബിഷപ്പിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ആ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ തന്നെ ശ്രമിക്കുകയാണ്. H5 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ H4 മുതലുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് ചെയ്യുന്നതോടെ ആ ബിഷപ്പ് പൂർണ്ണമായും ട്രാപ്പിലാവും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ H4 മുതലുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നതോടൊപ്പം ഈ ബിഷപ്പിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ H5 മൂവ് ചെയ്തതോടെ ഈ G5ലെ പോണിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വൈറ്റ് ഇവിടെ മറ്റൊരു പ്ലാൻ പറ്റാണ് കളിക്കുന്നത്. ഇപ്പോൾ ഈ ബിഷപ്പിനെ സേഫ് ആക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം നൈറ്റ് വെച്ച് G5ലെ പോണെടുത്തുകൊണ്ട് ഈ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ഇവിടെ രണ്ടുപേരും വ്യക്തമായ പ്ലാനോടുകൂടിയാണ് കളിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ബ്ലാക്ക് ഇവിടെ ഒരു ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വൈറ്റ് പ്ലാൻ ചെയ്യുന്നത് അതിനേക്കാൾ വലിയൊരു അറ്റാക്കാണ്. ഇവിടെ ആരുടെ പ്ലാനാണ് സക്സസ് ആവുന്നതെന്ന് നോക്കാം. ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോയാണ്. H4 മുതലുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ വൈറ്റിന്റെ ബിഷപ്പ് ട്രാപ്പിലായിരിക്കുകയാണ്. എന്തായാലും ഇനി ആ ബിഷപ്പിനെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വൈറ്റ് പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് F7ലെ പോണെടുത്തുകൊണ്ട് ബ്ലാക്കിന്റെ ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുമ്പോൾ വൈറ്റിന് നൈറ്റ് വെച്ച് റൂക്കിനോട് എടുക്കാം. ആ സമയത്ത് ബിഷപ്പ് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, വൈറ്റിന് ബിഷപ്പിന് പകരം റൂക്ക് കിട്ടും. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു ഞെട്ടിക്കുന്ന തീരുമാനം എടുക്കുകയാണ്. ഇപ്പോൾ ക്വീനെയോ റൂക്കിനെയോ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം പോണ് വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ക്വീനെയും റൂക്കിനെയും ഒരുമിച്ച് സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ആ ക്വീൻ സാക്രിഫൈസിനെ അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് ക്വീനെ എടുക്കുന്നു. ബ്ലാക്കിന് ഇപ്പോൾ നൈറ്റ് വെച്ചോ കിങ് വെച്ചോ ആ നൈറ്റിനെ തിരിച്ചെടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ രണ്ട് രീതിയിലും ആ നൈറ്റിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം റൂക്ക് വെച്ച് നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. ആ ബിഷപ്പിന് ഇപ്പോൾ നൈറ്റിന്റെ സപ്പോർട്ട് ഉണ്ട്. വൈറ്റ് ഇവിടെ ക്വീനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന മാറ്റാണ്. ക്വീനെ D2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ബ്ലാക്ക് ആ നൈറ്റിനെ നേടിയെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പകരം അടുത്ത നൈറ്റിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. നൈറ്റിനെ D4ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് രണ്ട് ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ നൈറ്റിനെ D4ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഉദ്ദേശം നൈറ്റിനെ E2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനും നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുക എന്നതാണ്. അതായത് വൈറ്റ് ഇവിടെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നൈറ്റിനെ E2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുക. ഇവിടെ എന്തായാലും വൈറ്റിന് നൈറ്റും ക്വീനും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലാതെ കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ റൂക്ക് വെച്ച് H2ലെ പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഈ E2 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിന് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോയി വിജയിക്കാൻ കഴിയും. അതെന്താണെന്ന് പിന്നീട് നോക്കാം. ഇവിടെ വൈറ്റ് മറ്റൊരു രീതിയിൽ ഈ E2 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ E2 സ്ക്വയറിലേക്ക് നൈറ്റ് വെച്ച് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബ്ലാക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നതാണ് തീരുമാനിച്ചിരിക്കുകയാണ്. നൈറ്റിനെ F3ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കിന് ചെക്ക് കൊടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റിന് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താതെ കിങ്ങിനെ H1ലേക്ക് മാറ്റുകയാണെങ്കിൽ റൂക്ക് വെച്ച് പോണോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പ് വെച്ച് പോണോട്ട് എടുത്തോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ ഈ കിങ്ങിന് മൂജുള്ള സ്പേസ് ഇല്ല. ഇനി അടുത്ത മൂവിൽ പോൺ വെച്ച് പോണോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. ഇപ്പോൾ കിങ്ങിന് മൂജുള്ള സ്പേസ് ഉണ്ടാക്കുന്നതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയാലും പോൺ വെച്ച് പോണോട്ട് ചെക്ക് വരും. അപ്പോൾ എന്തായാലും F1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് പോണിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഇവിടെ റൂക്കിനെ മാറ്റിക്കൊണ്ട് സ്പേസ് ഉണ്ടാക്കുന്നതിന് പകരം ഈ പോൺ വെച്ചുള്ള ചെക്ക് ഒഴിവാക്കുന്നതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് പോണിനെ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും റൂക്ക് വെച്ച് ആ പോണിനോട്ട് എടുക്കും.
അതിനുശേഷം ഇവിടെ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. അല്ലാതെ എങ്ങനെ തന്നെ നോക്കിയാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ബിഷപ്പ് വെച്ച് പോയിന്റ് എടുത്തപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്. വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.